അത് കണ്ടാൽ തന്നെ അറിയാം അത് ഫേക്ക് ഇത് എനിക്കറിയില്ല. ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണെന്നല്ല. പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അയക്കണത് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ഇപ്പൊ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2.3 മില്യൺ അവർക്ക് റീച്ച് കിട്ടിയത്. 2.3 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. ഇല്ല അവനൊന്നും പുള്ളി ഇല്ല എന്നോട് പറഞ്ഞു. അവന് എന്തെങ്കിലും അവന്റെ സംസാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അറിയൂ. അവന് എന്നോട് ഷെയർ ചെയ്തതിന് ഇത് കാര്യമോ, കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം. ഫസ്റ്റ് ഞാൻ മെഞ്ഞാന്നിന്റെ വൈഫ് അവരിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ട് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞങ്ങളാരും നോക്കണമെന്നില്ല. അപ്പൊ വൈഫ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദീപകണ്ഠ പോലത്തെ ഒരാളെ കണ്ടിക്കണ്, എന്താ സത്യം എന്താന്ന് വെച്ചിട്ട് അവനാവൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല അവനങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കൂല. ഇത്രയും കാലം ഞാൻ അവന്റെ കൂടെ നടന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ പോകാത്ത നാടുകളിൽ നമ്മളെല്ലാം അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണ റിസോർട്ട് എടുക്കാൻ താമസിക്കുന്നതാണ്. ഞങ്ങൾ ആരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു വേണ്ടത്തെ രീതി ചിന്തിച്ചിട്ടും ഇല്ല ഇതുവരെ. അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവനാവല്ല. പിന്നെ അവളെ കാണിച്ചെന്നാണ് ഞാൻ എനിക്ക് താല്പര്യമില്ല. കാണാം ഒന്നാമത് ഞാൻ ടയർഡായിരുന്നു മെഞ്ഞാന്ന് രാത്രി. അപ്പോൾ ഓക്കെ എന്നാണ് കിടന്നത്. പക്ഷെ എനിക്കിത് മനസ്സിങ്ങനെ അലട്ടഞ്ഞ അവനാണോ എന്നുള്ളൊരു ഇത് മനസ്സിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, നീ പോയിനടാ അവിടെ പയ്യന്നൂരോ കണ്ണൂർ അവിടെ ഒരു പോയിനോ എന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞാടാ ഞാൻ അങ്ങനെ പോയിനു എന്തേന്ന് വെച്ചു. അവനിങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നീയാണ് അതിൽ ഇതായിട്ട് കാണിക്കണതുള്ളത്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ ഇന്നവരെ കണ്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല, ഫുള്ളും കണ്ടിട്ടില്ല, ജസ്റ്റ് കണ്ടു നല്ലത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞാടാ ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ടയേർഡായിരുന്നു, ഞാനിങ്ങനെ ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്, എന്താ സംഭവം എനിക്കറിയില്ല, വീഡിയോ ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നീ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് അയക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ഷെയർ ചെയ്ത് അവൻ കണ്ട അറിയണമല്ലോ എന്താ കാര്യം, ഞങ്ങളെ മേലെ ഒരു അക്യൂസ് വരുമ്പോൾ നമ്മൾ അറിയണമല്ലോ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അവൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടാൽ എന്താ തോന്നണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാം അത് ഫേക്ക് ഇത് എനിക്കറിയില്ല. ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണെന്നല്ല. പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അയക്കണത് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ഇപ്പൊ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2.3 മില്യൺ അവർക്ക് റീച്ച് കിട്ടിയത്. 2.3 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. ഇല്ല അവനൊന്നും പുള്ളി ഇല്ല എന്നോട് പറഞ്ഞു. അവന് എന്തെങ്കിലും അവന്റെ സംസാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അറിയൂ. കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരീരമായിട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാ വിഷയത്തിലും ഒരു ചെറിയൊരു വേരിയേഷൻ, അവന്റെ സൗണ്ടിലൊരു വേരിയേഷൻ എനിക്ക് മനസ്സിലാവും അവന് വിഷമമുണ്ടെന്നുള്ളത്. ഞാനാണ് ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഇന്നലെ അവനോട് ഇതിനെ തലേന്ന് രാത്രി സംസാരിച്ചു. ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് വെച്ചിട്ട് എന്റെ മറ്റുള്ള 2 സുഹൃത്തുണ്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ഞങ്ങൾ 4 പേരാണ് ഉണ്ടാവുക. ഈ 2 പേരെ പോലും ഞാൻ അറിയിച്ചിട്ടില്ല. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ തൊട്ടടുത്തുള്ള അനു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവനെ വരെ ഞാൻ അറിയിച്ചില്ല. കാരണം ഈ വിഷയം ഇനി ചർച്ച ചെയ്തിട്ട് അവന് കൂടുതൽ വിഷമം ഉണ്ടാച്ചിട്ട് ഞാൻ അവന് മാത്രം അറിയാന്നുള്ളതിൽ. പിന്നെ ഇത് അറിയണ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അതൊന്നല്ല, അത് അവനൊന്നല്ല, ഫേക്കാണെന്ന്